2012 പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പ്രകൃതി പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. അപൂർവ ജീവജാലങ്ങളുടെയും ജൈവ വൈവിധ്യത്തിന്റെയും കേന്ദ്രമാണ് പശ്ചിമഘട്ടം. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരമാണ് അലട്ടി ചുരം. കേരളത്തിലെ ഏക മയിൽ സങ്കേതമായ പാലക്കാട് ജില്ലയിലെ ചൂലന്നൂർ മയിൽ സങ്കേതമായി പ്രഖ്യാപിച്ചത് 1996-ലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി സിയാച്ചിൻ ഗ്ലേഷ്യർ ആണ്. ഇത് ഹിമാലയത്തിലെ കാരക്കോറം നിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരുവാണ്. എന്നാൽ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റായ് ആണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിന്റെ തനതായ 2 കലാരൂപങ്ങളാണ് കൂടിയാട്ടം, മുടിയേറ്റ്. 1857-ലാണ് ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അരങ്ങേറിയത്. ഉത്തർപ്രദേശിലെ മീററിലാണ് തുടക്കം കുറിച്ചത്. ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ചതും യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയതുമായ ബോധ് ഗയ ബീഹാറിലാണ്. 100 രൂപ നോട്ടിലുള്ളതും യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയതുമായ റാണി കി വാവ് ഗുജറാത്തിലാണ്. ഞാനാണ് റിപ്പൺ. ജനകീയ വൈസ്രോയും തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവും ഞാൻ തന്നെയാണ്. കണ്ടോ കുത്തബ് മിനാർ എത്ര ഭംഗിയാണ്. കുതുബുദ്ദീൻ ഐബക്ക് സ്ഥാപിച്ച കുത്തബ് മിനാർ ഡൽഹിയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട് കായൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. നെഹ്റു ട്രോഫി വള്ളംകളി ഇതേ കായലിൽ നടക്കുന്നു. 1924-ൽ തിരുവിതാംകൂറിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ സമീപ റോഡുകളിൽ നിന്ന് അവഹേളനമായ ജാതിവ്യവസ്ഥ വിലക്ക് നീക്കുന്നതിനായി ആരംഭിച്ച പ്രസ്ഥാനമാണ് വൈക്കം സത്യാഗ്രഹം. 1946-ലെ പ്രസിദ്ധമായ പുന്നപ്ര വയലാർ സമരം അറബിക്കടലിൽ അമേരിക്കൻ മോഡൽ എന്ന മുദ്രാവാക്യമായിരുന്നു. അസമിലെ കാസിരംഗ ദേശീയോദ്യാനം യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെട്ടതും ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിന് പ്രസിദ്ധിയാർജിച്ചതുമാണ്. ചന്ദ്രയാൻ 3 2023 ജൂലൈ 14-ന് ഐസ്രോ വിക്ഷേപിച്ച ഇന്ത്യയുടെ 3ാമത്തെ ചന്ദ്രദൗത്യമാണ്. ദൗത്യം വിജയകരമായിരുന്നു.